നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. 2024 സെപ്റ്റംബർ 16 അതായത് ചിങ്ങം 31 തിങ്കളാഴ്ച 7:42 PM ചതയം 1-ാം പാദത്തിൽ കുംഭക്കൂറിൽ കന്നിരവി സംക്രമം നടന്നു. ഒക്ടോബർ 16 വരെയാണ് കന്നിരാശിയിൽ ആദിത്യൻ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ഇടവത്തിൽ വ്യാഴം, മിഥുനത്തിൽ കുജൻ, ചിങ്ങത്തിൽ ബുധൻ, പിന്നീട് കന്നിയിലേക്ക് ബുധൻ സംക്രമിക്കപ്പെടുന്നു. രവി, ശുക്രൻ, കേതു എന്നിവ കന്നിയിലും, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. എന്നാൽ സെപ്റ്റംബർ 18 കന്നി 2-ാം തീയതി ശുക്രൻ തുലാം രാശിയിലേക്കും, ഒക്ടോബർ 13 കന്നിമാസം 27-ാം തീയതി വൃശ്ചികം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ബുധനാകട്ടെ സെപ്റ്റംബർ 23 കന്നി രാശിയിലേക്കും, ഒക്ടോബർ 10 തുലാം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ഈ 1200 കന്നിമാസത്തിലെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് കന്നിമാസത്തിൽ കർമ്മരംഗത്ത് ഉണ്ടാകുന്ന ഏതു വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ഏതു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. ലക്ഷ്യങ്ങൾ നേടാനും മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രമാകാനും കർമ്മരംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഇടയുണ്ട്. പുതിയ തൊഴിൽ ആവശ്യമായിട്ടുള്ളവർക്ക് അവ സാധിക്കാനും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗം പുഷ്ടിപ്പെടാനും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഇടയുണ്ട്. അച്ഛനുമായോ അച്ഛൻ ബന്ധുക്കളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. പരീക്ഷകളിൽ വിജയിക്കാനാകും. വിദ്യാഭ്യാസ ലോണുകൾ സാങ്ഷനാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും സർക്കാർ സർവീസിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനും ഇടയുണ്ട്. കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കാനാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. പ്രണയിതാക്കൾക്ക് അത്ര അനുകൂലമല്ല. അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകളും ആത്മീയ കാര്യങ്ങളിൽ അതീവ താല്പര്യവും ജനിക്കും. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട്, പ്രത്യേകിച്ച് ആദ്യത്തെ ഒരാഴ്ചയിൽ. ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങളുമായി ഒന്നിച്ച് ആസ്വദിക്കാനുള്ള യോഗമുണ്ടാകും. ദൈവാധീനത്തിനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, മഹാവിഷ്ണുവിന് നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുക. ഇടവക്കൂർ. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് കന്നിമാസത്തിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ടു പോകാനാകും. മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും പിടിച്ചു പറ്റാനാകും. ബന്ധുക്കളിൽ നിന്നും പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കും. ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും സൃഷ്ടിപരമായ കഴിവുകൾ വർദ്ധിക്കുകയും എല്ലാ കാര്യത്തിലും ശോഭിക്കാനും ആകും. തൊഴിൽ രംഗത്ത് നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. ശമ്പള കുടിശ്ശികകൾ ലഭിക്കുവാനും സർക്കാർ ധനം ലഭിക്കാനും ഇടയുണ്ട്. ബിസിനസ്സിൽ നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. വൻ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണപ്രദമാണ്. പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട്. പ്രണയിതാക്കളുടെ ഇടയിലും ദമ്പതികളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ഛനുമായി മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും. പുതിയ വീട്, വാഹനം എന്നിവ ലഭിക്കാനും ഇടയുണ്ട്. തൊണ്ടവീക്കം, തൈറോയ്ഡ് പോലുള്ള അസ്വസ്ഥതകളോ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ദൈവാധീനത്തിനായി ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചുവന്ന ഹാരം സമർപ്പിക്കുക.
മിഥുനക്കൂർ മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് 1200 കന്നിമാസത്തിൽ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അച്ഛനമ്മമാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. തർക്കങ്ങൾക്ക് ഇട നൽകരുത്. കഠിനാധ്വാനം വേണ്ടിവരും. ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം. സർക്കാർ തൊഴിൽ ലഭിക്കാനിടയുണ്ട്. കുടുംബത്തുള്ളവരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ പ്രയാസങ്ങൾക്ക് ഇടയാകും. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. ദൂരദേശ യാത്രകളും യാത്രകളിൽ വിജയിക്കാനും ആവും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്താനാകും. നല്ല ശ്രദ്ധ ചെലുത്തി പഠനത്തിൽ മുന്നോട്ടു പോയാൽ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് പോകാനാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങാൻ അവസരമുണ്ടാകും. ദമ്പതി സൗഖ്യം കുറയാം. സന്താനങ്ങളുമായി നല്ല സന്തോഷത്തോടെ മുന്നോട്ടു പോകാനാകും. സർക്കാർ ജോലി ലഭിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും. നേത്രസംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദൈവാധീനത്തിനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, മഹാദേവന് ധാര, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. കർക്കിടകക്കൂർ പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് കന്നിമാസത്തിൽ പുതിയ ധനാഗമന മാർഗങ്ങൾ ഉണ്ടാകാനും ധനനേട്ടങ്ങൾക്കും ഇടയാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും വളരെയധികം ഗുണപ്രദമാണ്. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ബുദ്ധിപൂർവം ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകും. കർമ്മരംഗത്ത് കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും. തൊഴിലുമായി ബന്ധപ്പെട്ട് പലവിധ യാത്രകൾ ചെയ്യേണ്ടതായി വരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ്. ഓവർ ടൈം ചെയ്യേണ്ടതായി വരും. തൊഴിൽ മാറ്റം, സ്ഥാനമാറ്റം, ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം. തൊഴിലിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും ഗുണപ്രദമാണ്. ധനനേട്ടങ്ങൾക്കായി ചില സുഖവും ഉണ്ടാകും. ധനനേട്ടങ്ങൾക്കായി ചില യാത്രകൾ വേണ്ടി വന്നേക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും സുഖവും ഉണ്ടാകും. സഹോദരങ്ങളുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ധൈര്യത്തോടെയും ആത്മവിശ്വാസ കൂടുതലും അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. വിദേശ പഠനം സാധ്യമാകും. ധനച്ചിലവുകൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. മുതിർന്നവരോടും ഗുരുക്കന്മാരോടും ഭയഭക്തി ബഹുമാനത്തോടെ പെരുമാറുക. അവരുടെ അനുഗ്രഹങ്ങളോടെ തന്നെ മുന്നോട്ടു പോകേണ്ടതാണ്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട്. പ്രണയിതാക്കളുടെ ഇടയിലും ദമ്പതികളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. നല്ല പേരും പ്രശസ്തിയും ആദരവും ലഭിക്കും. ഉദരസംബന്ധമായ രോഗങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാനിടയുണ്ട്. ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക. ചിങ്ങക്കൂർ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് കന്നിമാസത്തിൽ കർമ്മരംഗത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. തർക്കങ്ങൾക്ക് ഇട നൽകരുത്. അപ്രതീക്ഷിതമായ പല നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ധനാഗമനം പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. എന്നാൽ യാത്രയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട്. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധാലുക്കളായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പങ്കാളിയുടെ കുടുംബക്കാരുമായി തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാനിടയുണ്ട്. പ്രത്യേകിച്ച് കൂട്ടുകുടുംബത്തിൽ കഴിയുന്നവരാണെങ്കിൽ ചില തർക്കങ്ങൾക്ക് ഇടയാകും.
വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. കുടുംബത്ത് ഉത്തരവാദിത്വ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പല വിധത്തിലും വ്യാഖ്യാനിക്കപ്പെടാനിടയാകും. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. ഉന്നത വിദ്യാഭ്യാസ രംഗം ഗുണപ്രദമാകും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനും അവസരങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. വീട്, വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾക്ക് ഇടയാകും. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കണം. പകർച്ചവ്യാധികൾ പിടിപെടാൻ ഇടയുണ്ട്. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാദേവന് പിൻവിളക്ക്, ശാസ്താവിന് നീരാഞ്ജനം, നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. കന്നിക്കൂർ. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് കന്നിമാസത്തിൽ കർമ്മരംഗത്ത് പലവിധ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. വിദേശ തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതാണ്. ദമ്പതികളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദമ്പതി സൗഖ്യം കുറയാം. ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതിനാൽ അനുഭവജ്ഞാനമുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും. ധനവരവുകൾ ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും അധികരിച്ച് തന്നെ നിൽക്കും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. ഉറക്കക്കുറവ്, പൊള്ളൽ, വീഴ്ച, ചതവ് എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. മഹാദേവന് ധാര, ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. തുലാക്കൂർ. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് കന്നിമാസത്തിൽ കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വിദേശയാത്രകൾ തരപ്പെടാം. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ഗുണപ്രദമാണ്. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ആത്മീയ യാത്രകളും ഉണ്ടാകും. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് ചില പാളിച്ചകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വാഹനങ്ങളുടെ രേഖയോ ഇൻകം ടാക്സ് പേപ്പറുകളും ക്ലിയറാക്കി വെക്കേണ്ടതുണ്ട്. സർക്കാരിന് പിഴ അടയ്ക്കേണ്ടതായി വന്നേക്കാം. തൊഴിൽ രംഗത്ത് ചില ഒറ്റപ്പെടലുകൾ അനുഭവത്തിൽ വന്നേക്കാം. വർക്ക് പ്രഷർ വർദ്ധിക്കാം. സ്വന്തം മാന്യതയ്ക്ക് കളങ്കമുണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ബന്ധുസമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും. ധനവരവ് ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ ധനച്ചിലവുകളും അധികരിച്ചു നിൽക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. സന്താനങ്ങളെ ചൊല്ലി ചില വിഷമതകൾ നിലനിൽക്കും. ആരോഗ്യകാര്യങ്ങളിൽ തൃപ്തികരമായിരിക്കും. എന്നാൽ പാദസംബന്ധമായതോ നേത്രസംബന്ധമായതോ ആയ ചില പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ദൈവാധീനത്താൽ എല്ലാം മാറിക്കിട്ടുന്നതാണ്. അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം, സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. വൃശ്ചികക്കൂർ. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് 1200-ാം ആണ്ട് കന്നിമാസത്തിൽ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനാകും. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. സർക്കാരിൽ നിന്നും കിട്ടേണ്ട കുടിശ്ശികകൾ ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് ഉയർച്ച, സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും പലവിധ നേട്ടങ്ങൾ കൊയ്യാനാകും. തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഗുണപ്രദമാകും.
സുഹൃത്ത് സമാഗമം ഉണ്ടാകും. സഹോദരങ്ങളുടെ തൊഴിലിൻ്റെ കാര്യത്തിലും ഉയർച്ചകൾ ഉണ്ടായേക്കാം. സഹായങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. ലോണുകളും ചിട്ടികളും ലഭിക്കാൻ ഇടയുണ്ട്. കുടുംബത്തുള്ളവരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സ്കോളർഷിപ്പോടുകൂടി പഠിച്ച് മുന്നോട്ടു പോകാനാകും. തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ യഥാർത്ഥ സമയത്ത് ചെയ്തു തീർക്കാനാകും. ധനച്ചിലവുകളെല്ലാം സുഖച്ചിലവുകളായി മാറും. എല്ലാ കാര്യത്തിലും ധൈര്യത്തോടെ ഏർപ്പെടുന്നതാണ്. ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുത്താൽ ഗുണപ്രദമാകും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട്. പ്രണയിതാക്കളുടെ ഇടയിലും ബന്ധം ഊഷ്മളമായിരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ യൂറിനറി ഇൻഫെക്ഷൻസ് എന്നിവ അലട്ടാനിടയുണ്ട്. ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, ഗണപതി ഹോമം എന്നിവ സമർപ്പിക്കുക. ധനുക്കൂർ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് കന്നിമാസത്തിൽ കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾക്ക് ഇടയാകും. താൻ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതിനും തൊഴിലിൽ ഉയർച്ച, സ്ഥാനക്കയറ്റം, ഉത്തരവാദിത്വ കൂടുതൽ, സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്താൽ ഉയർന്ന പരീക്ഷകളിൽ വിജയിക്കാനാകും. ശുഭവാർത്തകൾ കേൾക്കാനും യോഗമുണ്ട്. അച്ഛൻ്റെയോ അച്ഛൻ ബന്ധുക്കളുടെയോ സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഏതു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരാനാകും. അന്യരെ സേവിക്കുന്നതിനും ആരോഗ്യ പരിപാലനം, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ തന്നെ കാണാനാകും. ഉന്നത പഠനം ശുഭകരമാണ്. തൊഴിലിടത്ത് വ്യക്തിബന്ധങ്ങൾ ഉടയാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. എന്നാൽ പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. ദമ്പതി സൗഖ്യം കുറയാം. കുടുംബത്ത് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. ശരീരക്ഷീണം, ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകണം. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക. മകരക്കൂർ ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് കന്നിമാസത്തിൽ ധനനേട്ടം, യാത്രാ ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. കർമ്മരംഗത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുവാനും നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനും ആകും. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി തന്നെ മുന്നോട്ടു പോകേണ്ടതാണ്. ആത്മീയത വർദ്ധിച്ചു വരുവാനും ആത്മീയ കാര്യങ്ങൾക്കായി ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. പലവിധ ഭാഗ്യ തടസ്സങ്ങൾക്കും ഇടയാകും. ഗവേഷകർക്കും ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഗുണകരമാണ്. വിദേശ പഠനം സാധ്യമാകും. പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട്. അച്ഛനുമായി എന്തെങ്കിലും അകൽച്ചകൾ നിലനിന്നിരുന്നുവെങ്കിൽ അവയെല്ലാം മാറിക്കിട്ടുന്നതാണ്. അച്ഛനുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. പങ്കാളിയുടെ കുടുംബക്കാരുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവയെല്ലാം മാറി ഒന്നിച്ച് സ്നേഹിച്ച് മുന്നോട്ടു പോകാനാകും. എല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. യാത്രാവേളകളിൽ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രതികരണം എപ്പോഴും സൗമ്യമായിരിക്കണം. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ കാണാനാകും. ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളും നേത്രരോഗങ്ങൾക്കോ ഇടയുണ്ട്. അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം, ദേവിക്ക് വെള്ളിയാഴ്ച ദിവസം കടുംപായസം എന്നിവ സമർപ്പിക്കുക. കുംഭക്കൂർ അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് കന്നിമാസത്തിൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്നും വിവാഹാലോചനകൾ മുന്നോട്ട് വരാനും അവ തീരുമാനമാകാനും ഇടയുണ്ട്. തൊഴിൽ രംഗത്ത് ചില ഭയം നിഴലിക്കുന്നതാണ്.
മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സഫലീകരണം ഉണ്ടാകും. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കാനാകുമെങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് യോജിച്ച് പോകാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ദമ്പതി സൗഖ്യം കുറയാനാണ് സാധ്യത. ചില പ്രശ്നങ്ങൾ പൊട്ടിമുളയ്ക്കാനിടയുണ്ട്. ധനം കൈവരാൻ സാഹചര്യം ഒരുങ്ങുമെങ്കിലും ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരസുഖം കുറയാം. ഉന്മേഷക്കുറവ് അനുഭവപ്പെടാം. ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, മഹാവിഷ്ണുവിന് തുളസിമാല എന്നിവ സമർപ്പിക്കുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് കന്നിമാസത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട്. സ്വന്തം ബന്ധുക്കളിൽ നിന്ന് തന്നെ വിവാഹാലോചനകൾ വന്നു ചേരാനും അവ തീരുമാനമാകാനും ഇടയുണ്ട്. ഏതൊരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും മാനസിക പ്രയാസങ്ങളും വിമർശനങ്ങളെ നേരിടേണ്ടി വരുന്നതുമാണ്. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഞാനെന്ന ഭാവം തലപൊക്കി അഭിപ്രായ വ്യത്യാസങ്ങളോ കേസുകളോ വരെ വന്നുപെടാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആണെങ്കിലും ചതിയിൽപ്പെടാൻ അവസരങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപമാനിതരാകാനും അപവാദങ്ങൾ കേൾക്കാനും ഇടയുണ്ട്. ദൂരദേശ യാത്രകൾ ശ്രദ്ധിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാക്കുകൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നോക്കണം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോയാൽ ഫലം കാണാനാകും. അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. കുടുംബത്തും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദമ്പതി സൗഖ്യം കുറയാം. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും യൂറിനറി ഇൻഫെക്ഷൻസ് പോലുള്ള രോഗങ്ങളും അലട്ടാനിടയുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമം നിത്യേന കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ 1200-ാം ആണ്ട് കന്നിമാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. കൂടുതൽ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.